അപ്പോൾ എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ബയോളജിയിലെ ബാക്കി ചോദ്യങ്ങളും കൂടി നോക്കിയാലോ. 35ാമത്തെ ചോദ്യമാണേ നമുക്കിനി പറയാനുള്ളത്. 35 നോക്കിക്കോ. ആർട്ടിപിതെക്കസ് റാമിഡസിൻ്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏതാണ്? അപ്പം ഇതൊക്കെ SCERT എന്നുള്ള തന്നെയാണ് അല്ലേ. ആർട്ടിപിതെക്കസ് റാമിഡസിൻ്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏത്? A ആഫ്രിക്ക, B ഏഷ്യ, C യൂറോപ്പ്, D വടക്കേ അമേരിക്ക. ഏതാണ് ആൻസർ? ആഫ്രിക്കയാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഫോസിലുകൾ എവിടെ നിന്നൊക്കെയാണ് ലഭിച്ചത് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ആർട്ടിപിതെക്കസ് റാമിഡസ് ആണ് എന്ത് ഏറ്റവും പുരാതനമായിട്ടുള്ള നമ്മുടെ മനുഷ്യ പരിണാമത്തിൽ പറയുന്നതിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിപിതെക്കസ് റാമിഡസ് ആണ്. അത് നമുക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? ആഫ്രിക്കയിൽ നിന്നാണ്, ആഫ്രിക്ക വൻകരയിൽ നിന്നാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകളെയും കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഇവരൊക്കെയാണ് ആളുകൾ. ഈ പട്ടിക കണ്ടില്ലേ? ഞാൻ വായിക്കാം. ഫസ്റ്റത്തത് നമ്മൾ പഠിച്ചു. ആർട്ടിപിതെക്കസ് റാമിഡസ് എവിടെ നിന്നാണ്? ആഫ്രിക്കയിൽ നിന്നാണ്, ഏറ്റവും പുരാതനമായ അംഗമാണെന്ന് ഞാൻ പറഞ്ഞു. അടുത്തത് നോക്കിക്കോ. ആസ്ട്രലോപിതെക്കസ് അഫറൻസിസ്. റാമിഡസ് കഴിഞ്ഞപ്പം അഫറൻസിസ് ആണ് വന്നത്. അഫറൻസിസ് എങ്ങനെയാണ്? മെലിഞ്ഞ ശരീരമാണ്, അതും ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. ആസ്ട്രലോപിതെക്കസ് അഫറൻസിസ് എങ്ങനെയാണ്? മെലിഞ്ഞ ശരീരം, ആഫ്രിക്ക വൻകരയിൽ നിന്നാണ് നമുക്ക് ആ ഫോസിലും കിട്ടിയിട്ടുള്ളത്. അടുത്തത് ഹോമോ സാപ്പിയൻസ് അല്ല കേട്ടോ. ഹോമോ സാപ്പിയൻസ് ലാസ്റ്റ് അല്ലേ. ഹോമോ ഹാബിലിസ് എന്നാണ് ഇവിടെ എഴുതാൻ സ്ഥലമുള്ളൂ, അതുകൊണ്ട് എഴുതിയതാട്ടോ. ഹോമോ ഹാബിലിസ് ആണ്, ഹോമോ സാപ്പിയൻസ് അല്ല. ആയുധങ്ങൾ നിർമ്മിച്ചത് ഇവരാണ്. അതും നമുക്ക് എവിടെ നിന്ന് തന്നെയാണ് കിട്ടിയത്? ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. ഹോമോ ഹാബിലിസ് ആയുധങ്ങൾ നിർമ്മിച്ചു. ഇനി ഹോമോ ഇറക്ടസ് നോക്കിക്കേ. ഹോമോ ഇറക്ടസ് കട്ടിയുള്ള കീഴ്ത്താടി, വലിയ പല്ലുകൾ, നിവർന്നു നിൽക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഹോമോ ഇറക്ടസിൻ്റെ സവിശേഷതകളാണ്. ഇത് നമുക്ക് ആഫ്രിക്കയുണ്ട്, ഏഷ്യയും കടന്നു വന്നിട്ടുണ്ട് കേട്ടോ. ആഫ്രിക്ക, ഏഷ്യ. അപ്പം നമ്മൾ ആർട്ടിപിതെക്കസ് റാമിഡസ് പഠിച്ചു, ഏറ്റവും പുരാതനമായിട്ടുള്ളതാണ്. അതും എവിടെ നിന്ന് തന്നെയാണ്? അതെവിടെ നിന്നാണ്? ആഫ്രിക്കയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ആർട്ടിപിതെക്കസ് അഫറൻസിസിലേക്ക് പോയി. അത് മെലിഞ്ഞ ശരീരമാണ്, ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോമോയിലേക്ക് വരിക. ആദ്യത്തതൊക്കെ ആർട്ടിപിതെക്കസ്, പിന്നെ ആസ്ട്രലോപിതെക്കസ് അങ്ങനെയൊക്കെയായിരുന്നു. അടുത്തത് പറയുന്നത് ഹോമോ ഹാബിലിസ് ആണ്. ഹോമോ ഹാബിലിസ് ആണ്. അവർ ആയുധങ്ങൾ എന്ത് ചെയ്തു? നിർമ്മിച്ചു. അതാണ് പ്രത്യേകത പറയുന്നത്. പിന്നെ അടുത്തത് ഹോമോ ഇറക്ടസ് ആണ്. ഇറക്ടസിൻ്റെ പ്രത്യേകതകൾ എന്താണ്? കട്ടിയുള്ള കീഴ്ത്താടി, വലിയ പല്ലുകൾ, നിവർന്നു നിൽക്കാനുള്ള കഴിവ്. ഓക്കെ, ഫോസിലുകൾ കിട്ടിയത് എവിടെ നിന്നാണ്? ആഫ്രിക്കയുണ്ട്, ഏഷ്യയുണ്ട്. ഇനി അടുത്തത് ഹോമോ നിയാണ്ടർതാലൻസിസ്. ഹോമോ നിയാണ്ടർതാലിസ്. ഓക്കെ, ആധുനിക മനുഷ്യൻ്റെ സമകാലികൻ എന്നറിയപ്പെടുന്നത് ഈ ഹോമോ നിയാണ്ടർതാലൻസിസ് ആണ്. അവിടെ ആഫ്രിക്ക പോയിട്ടോ. ആഫ്രിക്ക ഫുള്ള് പഴയതായിരുന്നു. അവിടെ നിന്നും പോയി നമുക്ക് ഫോസിൽ ലഭിച്ചത് എവിടെ നിന്നാണ്? യൂറോപ്പും ഏഷ്യയുണ്ട്. ഏഷ്യ അതേപോലെ അവിടെ നിലനിൽക്കുന്നുണ്ട്. കടന്നു കയറി വന്നത് ആരാണ്? യൂറോപ്പാണ്. അപ്പോൾ ആദ്യത്തെ 4 എണ്ണവും നമ്മൾ ആഫ്രിക്കയാണ് പഠിച്ചത്. പിന്നെ ഏഷ്യ ഉണ്ടായിരുന്നു ഹോമോ ഇറക്ടസ് വന്നപ്പം. ഇനി ഹോമോ നിയാണ്ടർതാലൻസിസ് നമ്മുടെ മനുഷ്യൻ്റെ അടുത്തേക്ക് എത്തി തുടങ്ങി. അപ്പോൾ അത് യൂറോപ്പ്, ഏഷ്യ കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റ് ഹോമോ സാപ്പിയൻസ്. എവിടുന്നാണ് നമുക്കത് കിട്ടിയത്? ഫ്രാൻസ് ആണ്. ഒന്ന് പഠിച്ചു വെക്കണം. ആധുനിക മനുഷ്യൻ തന്നെയാണ് ഏത്? ഹോമോ സാപ്പിയൻസ്. നമുക്കതിൻ്റെ ഫോസിൽ ലഭിച്ചത് ഫ്രാൻസിൽ നിന്നാണ്. ഓക്കെ ആണോ? ഒന്നും കൂടി ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി, പഠിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 36ാമത്തെ ചോദ്യം നമ്മൾ ഇന്നലെ പഠിച്ചതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇന്നലെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഉൽപരിവർത്തന സിദ്ധാന്തം. A ചാൾസ് ഡാർവിൻ, B ഹ്യൂഗോ ഡി വ്രിസ്, C ലാമാർക്ക്, D ഗ്രിഗർ മെൻഡൽ. ഈ ഗ്രിഗർ മെൻഡലിനെ നമുക്കങ്ങ് കട്ട് ചെയ്യാം. ബാക്കി 3 ആളും ഏകദേശം ഒരേ ഏരിയയിൽ വരുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ ഉൽപരിവർത്തന സിദ്ധാന്തം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ആരാണ്?
ഓപ്ഷൻ ബി ഹ്യൂഗോ ഡി വ്രിസ് ആണ് ആൻസർ. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഹ്യൂഗോ ഡി വ്രിസ് ആണ്. ബാക്കി വായിച്ചാലോ? ഓക്കെ, ഹ്യൂഗോ ഡി വ്രിസ് ഏത് രാജ്യക്കാരനാണ്? ഡച്ച് ശാസ്ത്രജ്ഞനാണ് ഹ്യൂഗോ ഡി വ്രിസ്. ഡച്ച് ശാസ്ത്രജ്ഞനാണ് ഹ്യൂഗോ ഡി വ്രിസ്. ജീനുകൾക്ക് സംഭവിക്കുന്ന ആകസ്മിക മാറ്റങ്ങൾ, അണ്ടർലൈൻ ചെയ്യുക, ജീനുകൾക്ക് സംഭവിക്കുന്ന ആകസ്മിക മാറ്റങ്ങളെയാണ് നമ്മൾ ഉൽപരിവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉൽപരിവർത്തനം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഉൽപരിവർത്തന സിദ്ധാന്തം പറയുന്നത്? ഉൽപരിവർത്തനങ്ങൾ, അതായത് ആകസ്മികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളെ ആണല്ലോ നമ്മൾ ഉൽപരിവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇത് പാരമ്പര്യമായി കൈമാറ്റം ചെയ്യുന്നത് വഴി പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് ഉൽപരിവർത്തന സിദ്ധാന്തം. അപ്പം ഈ ആകസ്മികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളുണ്ടല്ലോ, ആ വ്യതിയാനങ്ങൾ എന്താന്ന് വെച്ചാൽ അത് പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ എന്തുണ്ടാകുന്നു? പുതിയ ജീവജാലങ്ങൾ രൂപപ്പെടുന്നു എന്നാണ് ഉൽപരിവർത്തന സിദ്ധാന്തം പറയുന്നത്. ആരതാണ് ഉൽപരിവർത്തന സിദ്ധാന്തം? ഡച്ച് ശാസ്ത്രജ്ഞനായ ഹ്യൂഗോ ഡി വ്രിസിൻ്റെ ആണല്ലേ. അടുത്തത്, ഒരേ ഘടനയുള്ളവയും വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതുമായ അവയവങ്ങളെയാണ് നമ്മൾ അനുരൂപ അവയവങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരേ ഘടനയുള്ളതും എന്നാൽ അവ വഹിക്കുന്ന ധർമ്മങ്ങൾ എന്താണ്? വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള അവയവങ്ങളെയാണ് നമ്മൾ അനുരൂപ അവയവങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. രൂപം ഒരുപോലെയാണ്, അതാണ് അനുരൂപ അവയവങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത്, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആരാണ്? ചാൾസ് ഡാർവിൻ ആണ്. അപ്പം ഓരോന്ന് പഠിക്കുമ്പോൾ ഓരോന്ന് മറന്നു പോകരുത്. ഉൽപരിവർത്തന സിദ്ധാന്തം ആരായിരുന്നു? ഹ്യൂഗോ ഡി വ്രിസ് ആണ്, ഡച്ച് ശാസ്ത്രജ്ഞനാണ്. അതവിടെ പക്കയായിട്ട് വെച്ചോളൂ. ഇപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തമാണ്. അതാരതാണ്? ചാൾസ് ഡാർവിൻ്റെ ആണ്. ഓക്കെ, എന്താണ് അതിൽ പറയുന്നത്? അതിൽ പറയുന്നത് എന്താണെന്നില്ല, ഞാൻ പറഞ്ഞുതരാം എന്താ ഉദ്ദേശിക്കുന്നത്. ഈ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൾസ് ഡാർവിൻ്റെ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടാവും? ഡാർവിനിസം പഠിച്ചിട്ടുണ്ടാവും. ഡാർവിനിസം എന്താണ്? ഡാർവിനിസത്തിനകത്ത് പറയുന്നത് ഇത് പഠിച്ചിട്ടില്ലേ? ഈ ഗാലപ്പഗോസ് ദ്വീപിൽ പോയിട്ട് കുരുവികളുടെ നിരീക്ഷണത്തിലൂടെയാണ് ഈ ഒരു സിദ്ധാന്തത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത്. അതാണ് വഴിത്തിരിവായതെന്നാണ് പറയുന്നത്. ഗാലപ്പഗോസ് ദ്വീപിലെ ജീവിവർഗങ്ങളുടെ നിരീക്ഷണം. അപ്പോൾ അവിടെ കുരുവികളുടെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുവികളുടെ കൊക്കാണ് നിരീക്ഷിച്ചത്. ഓക്കെ, ചെറിയ കൊക്കുള്ളതുണ്ട്, മൂർച്ചയേറിയ കട്ടിയുള്ളതുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭക്ഷണമാക്കുന്ന പദാർത്ഥങ്ങളെ അനുസരിച്ചാണ് അവരുടെ കൊക്കിൻ്റെ ഘടനയുള്ളതെന്നാണ് ആര് പറയുന്നത്? ഡാർവിൻ പറയുന്നത്. അതായത് ഇപ്പോൾ ഷഡ്പദങ്ങളെ ഭക്ഷിക്കുന്നതാണെങ്കിൽ ആ കൊക്കിനൊരു പ്രത്യേകത. കൊക്ക് ഉദ്ദേശിക്കുന്ന കുരുവിൻ്റെ കൊക്ക് കേട്ടോ. പിന്നെ കള്ളിമുൾച്ചെടികളാണ് അങ്ങനെയുള്ളത് ഭക്ഷിക്കുന്നതാണെങ്കിൽ കുറച്ച് മൂർച്ചയേറിയതൊക്കെ ഉള്ള കൊക്കായിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ടല്ലോ. ഇത് എന്താണ്? ഇങ്ങനെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ തലമുറകളിലൂടെ പുതിയ ജീവജാലങ്ങൾ രൂപപ്പെടുന്നു എന്നാണ് ഈ ഡാർവിനിസം, ഈ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ ഡാർവിനിസത്തിൻ്റെ അകത്ത് പറയുന്നത്. ഇനി ഈ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഈ അമിത ഉൽപാദനം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുവാണ്. അപ്പം വീഡിയോ എന്നോട് പോസായിപ്പോയി. ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ഉൽപാദനം ഉണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ പ്രകൃതിയിൽ ഇല്ല വെച്ചാൽ എന്ത് നടക്കും? അവിടെ ഒരു മത്സരം നടക്കും അല്ലേ? അപ്പം അനുകൂലമായിട്ടുള്ള വ്യതിയാനങ്ങൾ, ആ ഒരു മത്സരത്തിൽ അനുകൂലമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നവ ജീവിക്കുകയും അനുകൂല വ്യതിയാനങ്ങൾ ഇല്ലാത്തവ എന്ത് ചെയ്യുകയും ചെയ്യും? നശിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെ ഉണ്ടായ വ്യതിയാനങ്ങൾ തലമുറകളിലൂടെ മാറ്റം ചെയ്യപ്പെട്ടിട്ട് ജീവജാലങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് ഈ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൽ പറയുന്നത്. പക്ഷേ ഈ വ്യതിയാനങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്
എന്താണ് അദ്ദേഹത്തിന് പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം അന്ന് ഈ ജീനുകളെ കുറിച്ചോ ക്രോമസോമിനെ കുറിച്ചോ ഒന്നും അറിവ് അധികം ഇല്ലാത്തതിനാലാണ് അന്ന് അതൊന്നും പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ജനിതക ശാസ്ത്രം, ഭൗമശാസ്ത്രം, അങ്ങനെയുള്ള ഓരോന്നിലുണ്ടായിട്ടുള്ള കണ്ടെത്തലുകളിലൂടെ ഡാർവിനിസം എന്നുള്ളത് കുറച്ചും കൂടി പുതുക്കുന്നുണ്ട്. അതിനാണ് നിയോ ഡാർവിനിസം എന്നൊക്കെ പറയുന്നത്. അത് നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ കുറച്ച് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ആഡ് ചെയ്തേ ഉള്ളൂ, ഇതിനകത്തില്ല. അപ്പം ആ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കുരുവിൻ്റെ കാര്യം ആലോചിക്കുക, പിന്നെ ഈ മത്സരത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചാൾസ് ഡാർവിനിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, അടുത്ത ആളാണ് ലാമാർക്ക്. ലാമാർക്കിസം കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താ അതിനകത്ത് പറയുന്നത്? ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക് സ്വയാർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൂട്ടിച്ചേർത്ത് പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്ന് വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലാമാർക്ക്. അവിടെ എന്ത് എക്സാമ്പിൾ പറയാം? നമുക്ക് ജിറാഫിൻ്റെ എക്സാമ്പിൾ പറയാം. ലാമാർക്കിസത്തിൽ പറയുന്ന ഒരു എക്സാമ്പിളാണ് ജിറാഫിൻ്റെ കാര്യം. അതായത് ജിറാഫുകൾക്ക് പണ്ട് കുഞ്ഞു കഴുത്തായിരുന്നു പോലും. അപ്പോൾ ഈ ഭക്ഷണമൊന്നും കിട്ടാതായപ്പം അവരെന്ത് ചെയ്യാണ്? ഉയർന്ന, അതായത് മുകളിലുള്ള ഇലകളും കാര്യങ്ങളും ഇങ്ങനെ ഭക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഇവരുടെ കഴുത്ത് വളർന്നു വലുതായത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സ്വയമാർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൂട്ടിച്ചേർത്തിട്ട് പുതിയ ജീവജാലങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് ലാമാർക്കിസത്ത് പറയുന്നത്. പക്ഷെ അത് അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്ന് ഉള്ളതുകൊണ്ട് ശാസ്ത്രലോകം എന്ത് ചെയ്യാണ്? ഇതിനെ തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങൾ കേൾക്കുക. രാസപരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെയാണ്? AK ഒപ്പാരിനും JBS ഹാൽഡെയിനും ആണ്. പിന്നെ അത് പരീക്ഷണത്തിലൂടെ തെളിയിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഹരോൾഡ് യുറേയും സ്റ്റാൻലി മില്ലറും ആണ്. പിന്നെ ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹ്യൂഗോ ഡീവ്രിസ് ആണ്. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തമാണെങ്കിലോ ചാൾസ് ഡാർവിൻ ആണ്. പിന്നെ ഇപ്പം നമ്മൾ പഠിച്ചത് ലാമാർക്കിൻ്റെ സ്വയാർജിത സ്വഭാവങ്ങൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ഒരു ലാമാർക്കിസവും കണ്ടു. ഓക്കെ ആണേ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 37 അല്ലേ? ഓക്കെ, 37. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവിയേത്? ഒന്നും കൂടി വായിക്കൂ. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി. A ഫംഗസ്, B ബാക്ടീരിയ, C വൈറസ്, D പ്രോട്ടോസോവ. നമ്മുടെ ആൻസർ ഓപ്ഷൻ C വൈറസ് ആണ്. വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം വൈറസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലഘുഘടനയുള്ള ജീവികളാണ് വൈറസുകൾ. ഏറ്റവും ലഘുഘടനയുള്ള ജീവികളാണ്. ഈ വൈറസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിഷം എന്നാണ് കേട്ടോ, വിഷം. ഓക്കെ, ഇനി ഒരു ജീവകോശത്തിനുള്ളിലല്ലാതെ വളരാനോ പ്രത്യുൽപാദനം നടത്താനോ കഴിവില്ലാത്ത ജീവകണങ്ങളാണ് വൈറസുകൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജീവകോശത്തിനുള്ളിൽ മാത്രമേ അതിനെന്തിനു സാധിക്കുള്ളൂ? വളരാനായാലും പ്രത്യുൽപാദനം നടത്താനായാലും ഒക്കെ കഴിയുള്ളൂ. അതിന് പുറമെ അത് നിർജീവമാണ്. ജീവകോശത്തിനുള്ളിൽ മാത്രമേ ഇതൊക്കെ സാധിക്കുള്ളൂ. അതാണ് വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇവയ്ക്ക് കോശരൂപമോ ഉള്ളിൽ പ്രോട്ടോപ്ലാസമോ മർമ്മമോ മറ്റു കോശാംഗങ്ങളോ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. അപ്പം വൈറസിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഏറ്റവും ലഘുഘടനയാണ്. ആ ഘടന എങ്ങനെയാണെന്ന് താഴെ പറയുന്നുണ്ട്. ഇപ്പം മനസ്സിലാക്കി വെക്കുക, ഇതിനൊന്നുമില്ല. എന്താണ്? കോശരൂപം ഇല്ല, പ്രോട്ടോപ്ലാസമോ മർമ്മമോ മറ്റു പോഷാംഗങ്ങളോ ഒന്നും തന്നെ ഈ വൈറസിൽ കാണപ്പെടുന്നില്ല. പിന്നെ ഇതെന്താ പുകയാണോ എന്ന് ഞാനിങ്ങനെ കൊളോക്വലായിട്ട് ചോദിക്കുവാണ് വെച്ചാൽ അതിനകത്ത് നമുക്കൊരു ആൻസർ കിട്ടും. എന്താണ്? പുകയില മൊസൈക്ക് വൈറസാണ് ആദ്യത്തെ അറിയപ്പെടുന്ന വൈറസ് പുകയിലയിലെ മൊസൈക്ക് വൈറസാണ്. പുകയില മൊസൈക്ക് വൈറസാണ്. ഓക്കെ, പുകയില മൊസൈക്ക് വൈറസ് കേട്ടോ. അപ്പം കോശരൂപം ഇല്ല, പ്രോട്ടോപ്ലാസം ഇല്ല, മർമ്മ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഇതെന്ത് പുകയാണോ എന്ന് ചോദിച്ചപ്പം അതിനകത്തുനിന്ന് പുകയില മൊസൈക്ക് വൈറസ് എന്നുള്ള ആൻസറിലേക്ക് ഞാൻ എത്തി. പക്ഷേ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും വലിയ വൈറസ് ചോദിച്ചാൽ വേറെ പഠിക്കാറുണ്ട്. ഇനി വൈറസുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ വൈറോളജി. വൈറസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ദിമിത്രി ഇവാനോവ്സ്കി. ഏറ്റവും വലിയ വൈറസ് വേരിയോള വൈറസ് ആണ്.
അപ്പോൾ വലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പെരിയ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ പെരിയ എന്നുള്ളതിൽ നിന്നും വെരിയ എന്നൊക്കെ കണക്ട് ചെയ്തിട്ട് വേരിയോള വൈറസ് എന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വേരിയോള വൈറസ് ആരാ കണ്ടുപിടിച്ചത്? ദിമിത്രി ഇവാനോസ്കി ആണ്. ഇനി 2 ടൈപ്പ് വൈറസുകളുണ്ട്, RNA വൈറസ് ഉണ്ട്, DNA വൈറസും ഉണ്ട്. RNA വൈറസ് രോഗങ്ങളാണ് ഏതൊക്കെയാണ്? എയ്ഡ്സ്, സാൾസ്, പോളിയോ, റാബിസ്. എന്തെങ്കിലും ഒരു കോഡ് ഇട്ട് വെച്ചേക്കുക. പിന്നെ സാറേ പോയോ ഒരു പീസ് കഴിക്കാം, അതൊക്കെ ഞാൻ എന്തൊക്കെ ഓർത്ത് വെക്കുന്നത് കേട്ടോ. ഓക്കെ, എയ്ഡ്സ്, സാർസ്, പോളിയോ, റാബിസ്. പിന്നെ DNA വൈറസിന് ഉദാഹരണമാണ് പോക്സ് വൈറസ് കേട്ടോ, പോക്സ് വൈറസ്. പിന്നെ അടുത്തത് പഠിക്കാനുള്ളത് ജീവകോശങ്ങളിൽ എത്തുമ്പോൾ മാത്രം ജീവലക്ഷണം കാണിക്കുന്ന ജൈവകണികകളാണ് വൈറസുകൾ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇനി വൈറസുകൾ മൂലം കരളിനുണ്ടാകുന്ന രോഗമാണ് പഠിച്ചു വെക്കുക ഹെപ്പറ്റൈറ്റിസ്. വൈറസ് മൂലം കരളിനുണ്ടാകുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. അടുത്തത് പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിനുള്ളത്. അപ്പം എങ്ങനെയാണ് ഘടന? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് നമ്മുടെ വൈറസിനുള്ളത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞ ഒരു ലഘുഘടനയാണ് വൈറസിനുള്ളത്. എങ്ങനെയാണ്? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്ര ഉൾക്കൊള്ളുന്നത്. അതേപോലെ അതിന് എന്തൊക്കെ ഇല്ല നമ്മൾ പഠിച്ചു? ഒരു കോശരൂപമോ പ്രോട്ടോപ്ലാസമോ മർമ്മമോ കോശാംഗങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ വൈറസിനെ കുറിച്ചുള്ള ശാസ്ത്രശാഖ എന്താണ് പഠിക്കുന്നത്? വൈറോളജിയാണ്. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദിമിത്രി ഇവാനോസ്കി ആണ്. പിന്നെ ഏറ്റവും വലിയ വൈറസ് ഏതാണ്? വേരിയോള അല്ലേ, പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുകയില മൊസൈക്ക് വൈറസാണ് ആദ്യത്തെ പിന്നെ വൈറസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത്. ഓക്കെ, അറിയപ്പെടുന്ന ആദ്യത്തെ വൈറസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ RNA വൈറസ്, DNA വൈറസ് പഠിച്ചു. ഓക്കെ, കരളിനെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. റെഡിയല്ലേ? അപ്പോൾ 16 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്തത് പറയണോ വേണ്ടിയോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നമുക്ക് എന്തായാലും അടുത്തതും കൂടി പറയാം. പിന്നെ ഒരു വീഡിയോയോടും കൂടി ചെയ്താൽ ബയോളജി കഴിയും കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കോ. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം. A. പക്ഷാഘാതം, B. പ്രമേഹം, C. ഫാറ്റി ലിവർ, D. സ്ട്രോക്ക്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടും. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ഫാറ്റി ലിവർ ആണ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം. ബാക്കി വായിക്കാം കേട്ടോ. ഓക്കെ, ഫാറ്റി ലിവർ. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലി രോഗങ്ങളാണ് ഇന്ന് എല്ലാവർക്കും ഉള്ളത്. വ്യായാമമില്ലായ്മ, മദ്യപാനം, മാനസിക സംഘർഷം, ഇതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണങ്ങളെന്ന് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദ്രോഗങ്ങൾ. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പൊണ്ണത്തടിയുണ്ട്, പക്ഷാഘാതം, ഹൃദ്രോഗങ്ങൾ. ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ഇനി ഫാറ്റി ലിവർ ഒരു ജീവിതശൈലി രോഗമാണ്. കരളിൽ കൊഴുപ്പടിയൽ എന്ന് ലളിതമായി പറയാവുന്ന ഒരു അസുഖമാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. കരളിൽ നിറയുന്ന കൊഴുപ്പിൻ്റെ പ്രവർത്തനം മൂലം കോശങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയും നീർക്കെട്ടുണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ, കരൾ വീക്കത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? മദ്യപാനമാണ്. അതൊരു ജീവിതശൈലി രോഗമായിട്ട് മാറുന്നതിന് കാരണം മനസ്സിലായില്ലേ? നമ്മൾ പഠിച്ചു ജീവിതശൈലി രോഗങ്ങൾക്കുണ്ടാകുന്ന പിന്നെ കാരണങ്ങളിൽ ഒന്നാണ് മദ്യപാനം അല്ലേ. ഓക്കെ, ഇനി ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ കാരണമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. അറിയാവുന്നതാണ്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നതും മൂലമുണ്ടാകുന്ന രോഗമാണ് പക്ഷാഘാതം. എന്താണ് പക്ഷാഘാതം? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും അതുമൂലം രക്തപ്രവാഹം തടസ്സപ്പെടുന്നതും മൂലമുണ്ടാകുന്ന രോഗമാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. പിന്നെ കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് കൊണ്ട് മനുഷ്യരിൽ കാണപ്പെടുന്ന രോഗമാണ് അമിത രക്തസമ്മർദ്ദം.
ഇനി ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഹൃദയാഘാതം. അപ്പോൾ പക്ഷാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക പ്രക്ഷാളനം ഒക്കെ നമ്മൾ കേട്ടില്ലേ. അപ്പോൾ അതുപോലെ പക്ഷാഘാതം എന്നുള്ളത് മസ്തിഷ്കവുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് എന്നുള്ളതാണ് പക്ഷാഘാതത്ത് പറയുന്നത്. അമിത രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ രക്തധമനികളുടെ വ്യാസം കുറയുക, എന്താണ്, കൊഴുപ്പടിയുന്നതാണ് കാരണം. അങ്ങനെ നമുക്കുണ്ടാകുന്ന രോഗമാണ് അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഇനി ഹൃദയാഘാതം എന്താ? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞിട്ട് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പക്ഷാഘാതം മസ്തിഷ്കം, അമിത രക്തസമ്മർദ്ദം രക്തക്കുഴലുകൾ, ഹൃദയാഘാതം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ ഉണ്ടാവുന്നത്. ഓക്കെ. ഇനി സാംക്രമിക രോഗങ്ങൾ എന്താ നോക്കാം. സാംക്രമിക രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ. ഓക്കെ. അതിന് ഉദാഹരണം ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്കിനി എത്ര ചോദ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചോദ്യം കൂടിയേ ഉള്ളൂ കേട്ടോ. ആ 2 ചോദ്യങ്ങൾ കുറച്ച് പറയാനുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തിയത്. 2 ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അതും കൂടി ഇതിനകത്തിട്ടാൽ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോൾ. എന്തായാലും എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. എനിവേ, ഓൾ ദി ബെസ്റ്റ്.